10ാം ക്ലാസ്സിൽ നിന്ന് +1ലേക്ക് പോകുന്ന എല്ലാ കുട്ടികളുടെ മനസ്സിലുള്ള ഒരു സംശയമാണ് സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ഈസി എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടാവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ധാരണ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതായത് ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്നും ഏറ്റവും ടഫസ്റ്റ് ഏതാണെന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ ഏതാ ഏറ്റവും ബെസ്റ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ നമ്മൾ ഇനി നോക്കും. ഇതിൽ സയൻസ് എടുത്താൽ എന്തൊക്കെയായിരിക്കും ഓപ്ഷൻസ് ഉള്ളത്, കോമേഴ്സ് എടുത്താൽ എന്ത് ഓപ്ഷനുണ്ട്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഒക്കെ നമ്മൾ ഈ ഒരു ചാനൽ സംസാരിക്കുന്നതായിരിക്കും പല വീഡിയോസിൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൽ ഏറ്റവും ഈസി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോകണം. എൻ്റെ അഭിപ്രായം എന്നല്ല ഞാൻ പറയാൻ പോകുന്നത്, ആക്ച്വൽ കുറച്ച് ഫാക്ട്സ് ആണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും ഏതാണ് ഈസി ഏതാണ് ടഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അത് പ്രകാരം. ഓക്കെ, ഫസ്റ്റ് കാര്യം നമുക്ക് നോക്കേണ്ടത് പാസ് റേറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ സയൻസ് എടുത്ത കുട്ടികളിൽ നിന്ന് എത്ര കുട്ടികൾ +1 +2 കഴിഞ്ഞിട്ട് പാസ്സാവുന്നുണ്ട്? കോമേഴ്സിൽ എത്ര പേരുണ്ട്, ഹ്യൂമാനിറ്റീസിൽ എത്ര പേരുണ്ട്? ഒന്ന് വെറുതെ വീഡിയോ പോസ് ചെയ്ത് ആലോചിച്ച് നോക്കുക. സയൻസ് എടുത്തു കഴിഞ്ഞാൽ സയൻസ് എടുത്ത കുട്ടികൾ എല്ലാവരും എടുത്ത് നോക്കുകയാണ്, എത്ര പേര് പാസ്സാവുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, സയൻസ് ഭയങ്കര ടഫാണ്, അപ്പോൾ വളരെ കുറച്ച് പേരൊക്കെ അല്ലെങ്കിൽ 50% 60% പാസ്സാവുള്ളൂ എന്നല്ലേ. റിയാലിറ്റിയിൽ 83% കുട്ടികൾ പാസ്സാവും. സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാനുള്ള ചാൻസ് 83% ആണ്. ഇനി നിങ്ങൾക്ക് തോന്നുന്നത് സാർ അത്രയേ ഉള്ളൂ, അയ്യോ അപ്പോൾ ഓൾമോസ്റ്റ് 20% ചാൻസ് ഉണ്ടോ എനിക്ക് തോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഈ പാസ് റേറ്റ് കുറവ് വരെ തോന്നുന്നുണ്ടെങ്കിൽ കൊമേഴ്സിന് എത്രയാണെന്നറിയാം? only 74%. കൊമേഴ്സ് എടുത്തൊരു കുട്ടി പാസ്സാവാനുള്ള ചാൻസ് വെറും 74%. അപ്പോൾ എനിക്ക് ആ ഹ്യൂമാനിറ്റീസ് അങ്ങനെയല്ലേ, ഹ്യൂമാനിറ്റീസ് സിമ്പിൾ അല്ലേ, 69%. അത് 30% ചാൻസ് ഉണ്ട് നിങ്ങൾ തോക്കാൻ വേണ്ടി. കാരണം എല്ലാ വർഷവും 30% കുട്ടികൾ ഹ്യൂമാനിറ്റീസ് എടുത്തവർ തോക്കുകയാണ് ചെയ്യുന്നത്. A+ കിട്ടിയ കാര്യം ഫുൾ മാർക്ക് കിട്ടിയ കാര്യം എന്നല്ല നമ്മൾ പറയുന്നത്, തോക്കുന്നവർ ജയിക്കാനുള്ള ശതമാനം ചാൻസ് ഇസ് വെരി 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 ലോ. സയൻസിന് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 13% ചാൻസ് കുറവാണ് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്താൽ പാസ്സാവാൻ വേണ്ടി. നമ്മൾ വിചാരിക്കുന്ന പിക്ചറേ അല്ല. ഇതിന് കാരണവും നമുക്ക് സംസാരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനു മുൻപ് നമുക്ക് നോക്കേണ്ടത് പാസ്സാവുന്നത് ഒരു ക്രൈറ്റീരിയ, പക്ഷേ നമ്മുടെ ആഗ്രഹം അതാണോ വെറുതെ പാസ്സായി മതി? കാരണം പാസ്സായതുകൊണ്ട് മാത്രം നമുക്ക് ലൈഫിലൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. +1 +2 വെറുതെ പാസ്സായി കിട്ടുക. ഇന്നത്തെ കാലത്ത് നിങ്ങൾ വെറും പാസ്സായി കൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് നല്ല മാർക്ക് വേണം. ആ നല്ല മാർക്കിലെ അത്യാവശ്യം നല്ലൊരു ക്രൈറ്റീരിയ ആണ് ഫുൾ A+. എല്ലാ സബ്ജക്റ്റിനും A+ കിട്ടാൻ വളരെ നല്ലൊരു ഡ്രീമാണ് നമുക്ക് അല്ലേ. +1 +2 അത് 10ാം ക്ലാസ് പോലെ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കാരണം വളരെ കുറച്ച് പിള്ളേർക്ക് അത് കിട്ടാറുള്ളൂ. അപ്പോൾ ആ ഒരു ഫുൾ A+ ഈ സയൻസ് എടുത്തവർക്കും കൊമേഴ്സ് എടുത്തവർക്കും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും നമുക്ക് വെറുതെ നോക്കാം. അപ്പോൾ സയൻസിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 22,700 കുട്ടികൾക്കാണ് കഴിഞ്ഞ വർഷം സയൻസിൽ +2 ഫുൾ A+ കിട്ടിയത്. അതായത് സയൻസ് എടുത്ത കുട്ടികളുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 12% കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് നമ്പർ. 12% ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ. അതൊരു നല്ലൊരു ചാൻസ് ആണ് അല്ലേ. എന്നാൽ കൊമേഴ്സിൽ നോക്കുകയാണെങ്കിലോ വെറും 4,500 കുട്ടികൾക്കാണ് ഫുൾ A+ കിട്ടിയത്. അതായത് 4% കുട്ടികൾക്ക്, വെറും 4% കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ഹ്യൂമാനിറ്റീസിലോ വെറും 3.8%. ഒരു 4%, വീണ്ടും ഇവിടെ രണ്ടും 4% കുട്ടികൾക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഫുൾ A+ കിട്ടുന്നുള്ളൂ. ഇപ്പം സയൻസിൽ അതിൻ്റെ ട്രിപ്പിൾ ചാൻസ് ആണ് നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാസ്സാവാനുള്ള ചാൻസ് കൂടുതൽ സയൻസിൽ, നല്ല മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലും സയൻസിൽ. ഇനി ഫുൾ മാർക്കിൻ്റെ കണക്ക് ഞാൻ കൊണ്ടുവന്നില്ല, ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുടെ മിക്ക കുട്ടികളും സയൻസിൽ, എല്ലാം സയൻസിൽ വരുന്നത്. ഇനി ഇവിടെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ സയൻസ് ആണല്ലോ ഏറ്റവും എളുപ്പം, കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അല്ല, സയൻസ് ആണല്ലോ ഏറ്റവും എളുപ്പം എന്ന് കൺക്ലൂഷനിൽ വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു സെലക്ഷൻ ബയസ് ഉണ്ട്. സാർ എന്താ സെലക്ഷൻ ബയസ് എന്ന് പറഞ്ഞാൽ, പൊതുവേ സയൻസ് എടുക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ് വരെ പൊതുവേ, എല്ലാവരും അല്ല, പൊതുവേ നല്ലോണം പഠിച്ച് A+ ഒക്കെ 10ാം ക്ലാസ്സിലൊക്കെ വാങ്ങിച്ച കുട്ടികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർസെൻറ്റേജ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. അതൊരു ഫാക്ടർ ഉണ്ട് അവിടെ, അതൊരു സത്യമാണ്. ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതും കൊമേഴ്സ് എടുക്കുന്നതും നന്നായി പഠിക്കാത്ത കുട്ടികളല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജനറലി അങ്ങനെ ട്രെൻഡ് ഉണ്ട്, അത് റിയാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളിവിടെ കാണുന്നുണ്ട്, ശരിയാണ്. അത് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട്. രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ഈസിയാണെന്ന് വിചാരിച്ചിട്ട് പരീക്ഷ മാർക്ക് വാങ്ങാൻ ഈസിയാണെന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ ഹ്യൂമാനിറ്റീസിലെ പല സബ്ജക്ട്സും കൊമേഴ്സിലെ പല സബ്ജക്ട്സും പഠിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കൊമേഴ്സിൽ ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അത് ബൈഹാർട്ട് പഠിച്ചാൽ. പക്ഷേ അത് പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കണം, അതൊക്കെ പരീക്ഷ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. സയൻസിലും മാത്സിലും ആ പ്രശ്നമില്ല, നിങ്ങൾക്ക് ആൻസർ അറിയെങ്കിൽ എങ്ങനെയും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റിൽ കൊമേഴ്സിലും അതുപോലെ ഹ്യൂമാനിറ്റീസിലും അങ്ങനെയല്ല, നിങ്ങളെ കറക്റ്റ് രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നല്ലോണം നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടി വരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ ഒറ്റയടിക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിലും പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ് ഡിഫറെൻറ്റ് ഗെയിം. കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ടഫാണ് കുറച്ചുകൂടെ. നമ്മൾ കണ്ടു ഇതിൻ്റെ പാസ് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു. മൂന്നാമത്തെ ഒരു ഫെമിലിയാരിറ്റിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്,
നിങ്ങൾ സയൻസിൽ പഠിക്കാൻ പോകുന്നത് പ്ലസ് 1 പ്ലസ് 2 പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി 10ാം ക്ലാസ്സിൽ വെച്ച് നോക്കുമ്പോൾ ഡിഫിക്കൽട്ടാണ് തീർച്ചയായും. പക്ഷേ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. കാരണം നിങ്ങൾ 5ാം ക്ലാസ് മുതലേ നിങ്ങളത് പഠിക്കുന്നതാണ്. കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, അതിൻ്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. മാത്സും നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്സ് ഒക്കെ അറിയാം, നിങ്ങൾ കണ്ടിട്ടെങ്കിലും ഉണ്ട്. പ്രശ്നം വരാൻ പോകുന്നത് ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും ഒക്കെ നിങ്ങൾ കുറേ കാലം കണ്ടില്ല. പ്രത്യേകിച്ച് കൊമേഴ്സിൽ നിങ്ങൾ അക്കൗണ്ടൻസി എടുക്കുകയാണെങ്കിൽ, ഈവൻ ബിസിനസ് സ്റ്റഡീസിൽ എടുക്കുകയാണെങ്കിൽ, എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ, എല്ലാം പുതിയ കാര്യങ്ങളാണ്. ഹ്യൂമാനിറ്റീസിലും പലതും പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയാരിറ്റി ഉണ്ടാവില്ല. മറ്റേ ഫെമിലിയാരിറ്റി ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ പ്രശ്നം സോൾവ് ആവുന്നില്ല. പക്ഷേ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. മറ്റേടത്ത് ആ അഡ്വാൻറ്റേജ് ഇല്ല. അക്കൗണ്ടൻസി നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, അപ്പോൾ അത് പുതിയൊരു സബ്ജക്റ്റ് പഠിക്കുക നിങ്ങൾ ചെയ്യുന്നത് ഫസ്റ്റ് മുതൽ. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. 4ാമത്തെ കാര്യം മെൻറ്റാലിറ്റിൻ്റെ കാര്യം എന്താണ്? പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് സയൻസ് ടഫാണ്, വിച്ച് ഇസ് ട്രൂ. സയൻസ് കുറച്ച് ടഫറാണ്. സയൻസ് ഇവിടെ, കൊമേഴ്സ് ഇവിടെ, അങ്ങനെയൊന്നുമല്ല. ഈ ഒരു ലെവലിൽ സയൻസ് ഇവിടെയാണ്, കൊമേഴ്സ് ഇവിടെ അത്രത്തോളം ടഫുണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ അക്കൗണ്ടൻസിക്ക് പുതിയ സാധനങ്ങളാണ്, പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം. ഹ്യൂമാനിറ്റീസ് കുറച്ചുകൂടി താഴെ. പക്ഷേ ആ സയൻസിൻ്റെ എല്ലാവരുടെ പെർസെപ്ഷൻ വേറെ ലെവലിലാണെന്നാണ് വിചാരം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കുട്ടികൾ കുറച്ചും കൂടിയൊക്കെ പഠിച്ചേ നടക്കുള്ളൂ എന്നുള്ള മെൻറ്റാലിറ്റിയിലോ. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുറേ കുട്ടികൾ വിചാരിക്കുന്നത് ഭയങ്കര ഈസി ആണെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ഒരു ലൈറ്റ് എടുക്കും. പരീക്ഷ ആകുമ്പോൾ പഠിക്കാം, 10ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പഠിക്കുന്നവരെ പരീക്ഷ ആകുമ്പോൾ പഠിക്കാം, അപ്പം എന്തെങ്കിലും കാണിക്കാമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു പാസ് പെർസെൻറ്റേജ് ഒക്കെ കണ്ടില്ലേ, A+നാരുണ്ട്, പാസ് പെർസെൻറ്റേജ് ഒക്കെ ഈ ലെവലിൽ നിൽക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഡിഫറൻസും കൂടി ഇവിടെ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഇന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1ലേക്ക് പോകുന്ന വിദ്യാർത്ഥിയാണ്. നിങ്ങൾ ഒരിക്കലും എളുപ്പത്തിൽ പാസ്സാകാൻ വേണ്ടിയിട്ടോ അല്ല എളുപ്പത്തിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ നിങ്ങൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല. അതാണ് എല്ലാ വർഷവും സംഭവിക്കാറ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏതെടുത്താലും നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, പാസ്സാകാൻ പറ്റുള്ളൂ. അതേസമയം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് സയൻസ് ഭയങ്കര എന്തോ ആണ്, സയൻസ് എടുത്തു കഴിഞ്ഞാൽ തോക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ, അല്ലെ A+ കിട്ടാനുള്ള ചാൻസ് കുറവാണെന്ന് വിചാരിക്കേണ്ട. കാരണം അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ആക്ച്വലി. അപ്പോൾ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ടും കൂടെ ഇതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിലും അത് സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ, രണ്ടിനും എക്സാമിനർ, ഹ്യൂമാനിറ്റീസിന് മാത്രമല്ല സയൻസിനും കൊമേഴ്സിനും ഏറ്റവും ബെസ്റ്റ് കേരളത്തിലെ ബാച്ച്, ഏറ്റവും അടിപൊളി റിസൾട്ട് കുട്ടികളെ എല്ലാ വർഷവും ഉണ്ടാക്കി കൊടുക്കുന്ന ബാച്ച് നമ്മുടെ എക്സാമിനറിനുണ്ട്. സയൻസിന് ബാച്ചും അതുപോലെ കൊമേഴ്സിന് ബാച്ചും. അതിലേക്ക് അഡ്മിഷൻ എടുത്തില്ല എത്രയും പെട്ടെന്ന് എടുത്തോളൂ. ഇപ്പോഴാണ് ഓഫർ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്. കാരണം ഈ നിങ്ങൾ അപ്പോഴും മനസ്സിലാക്കണം, സയൻസ് എടുത്താലും ഓൾമോസ്റ്റ് 20 അല്ലെ പോട്ടെ 17% ചാൻസ് ഓഫ് ഫെയിലിയർ ആണുള്ളത്. അത് അവോയ്ഡ് ചെയ്യാൻ തന്നെ വലിയ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിച്ച് ആദ്യം മുതൽ വന്നാലേ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ ഇതിൽ ഏത് +1 +2 ചെയ്താലും നിങ്ങൾക്ക് ജയിക്കാനും നല്ല മാർക്ക് കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നല്ലൊരു സിസ്റ്റം വേണം, നല്ല ക്ലാസ്സുകൾ വേണം. ഒരു മടിയും കൂടാതെ എനിക്ക് പറയാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം വേണമെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസ് വേണമെങ്കിൽ, സ്റ്റഡി മെറ്റീരിയൽ അടക്കം വേണമെങ്കിൽ അത് എക്സാമിനറിൽ കിട്ടാൻ പോകുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക, റെഡി ആവുക. പിന്നെ ഈ ഒരു മിസ്കൺസെപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ സയൻസ് വേറെ എന്തോ ആണ്, കൊമേഴ്സ് വേറെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സയൻസിനെ പറ്റിയും കൊമേഴ്സിനെ പറ്റിയും ഹ്യൂമാനിറ്റീസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കുറേ വീഡിയോസ് വരുന്നതായിരിക്കും, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.